ജിൽസി, ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പുതിയാപ്പിളയാകാൻ തീരുമാനിച്ചു. ഇതിലും വലിയൊരു കോമഡി അതിന്റെ പട്ടിഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നിന്നപ്പോഴത്തേക്കും മണവാളുടെ തൊപ്പി ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ കൊത്തിപ്പറിച്ചതാ. എങ്ങനെയുണ്ട്? നല്ല വൃത്തികേടായിട്ടുണ്ട്. ഒരു വട്ടം കൂടി ഒന്ന് പുതിയാപ്പിളാകാനുള്ള ഒരു ബാല്യമൊക്കെ എനിക്കുണ്ട് എന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇവരെ കാര്യങ്ങളിൽ കടക്കാം. യെസ്. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് ഒരു വട്ടപ്പാട്ട് പ്രകടനത്തിലേക്കാണ്. ഇന്നലെ അപ്പൊ ഈ തൊപ്പി കൈമാറൽ ചടങ്ങാണ് സുഹൃത്തുക്കളെ ഇനി നടക്കാൻ പോകുന്നത്. പുതിയാപ്പിളക്ക് തൊപ്പി കൈമാറൽ ചടങ്ങ്. ആരെ വാ, ആ പുതിയാപ്പിളാകാൻ ഒരുങ്ങി നിൽക്കുക. എത്ര വയസ്സായി? 16 വയസ്സായി. നമുക്കൊരു 4 വയസ്സൂടെ ഒക്കെ കഴിഞ്ഞാൽ വേദിയിലല്ലാതെ തന്നെ പുതിയാപ്പിള റോളിലേക്ക് കടക്കാം അല്ലെ? അതിനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ഇപ്പൊ തന്നെ ഉണ്ടല്ലോ കള്ള. ശരി, അപ്പൊ വട്ടപ്പാട്ട് എന്ന് പറയുമ്പോഴേ വട്ടപ്പാട്ടും ഒപ്പനയും തമ്മിലാണ് ഫൈറ്റ്. അതായത് ഒപ്പനയിലെ മണവാട്ടി ഉണ്ടാകും. ഈ ഒപ്പനയിലെ മണവാട്ടിയെ സ്വീകരിക്കാൻ അപ്പുറത്തെ വട്ടപ്പാട്ടിലെ മണവാളം കാത്തിരിപ്പുണ്ടാകും. അങ്ങനെ ഇതൊരു പരസ്പര കണക്ഷനുള്ള നേരെ വട്ടപ്പാട്ട്. ഏത് സ്കൂൾ ഏതായിരുന്നു? സ്കൂൾ സെന്റ് മേരീസ് ബത്തേരി. ഇറങ്ങി വന്ന കലാകാരന്മാരാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി. അതവിൽ വെറ്റില അടക്ക പുകയില അടുക്കി കേട്ടിയും ഇടിത്തുമ്പത്തേ അനിഷ എക്കര സ്വരക ചുശല അണിത രസികൾ കാരോണൊരൊത്തേ താളം പിടിത്തവർ ഹരം കുലുക്കേ മുറുകി രസകര വകമൊളിയുന്നേ വകമന മധുരം ചിരി പടരുന്നേ ഉണർവാം സഭയിൽ മംഗളം നേരുന്നേ ബിന്ദുന്നു നേശത്തിൽ മണവാളൻ തോളരുമൊന്ന മുന്തിയ താളത്തിൽ വട്ടത്തിൽ കൈമുട്ടി ഈശൽ കോർത്തിടാ അണീച്ച മണിയറ കടന്നതിൽ മണവിയിലടുത്തിരങ്കൊതി നിറഞ്ഞേ മംഗളം നേരാം സഭയിൽ മംഗളം നേരാ ചുരനിറങ്ങി വന്ന മിടുക്കന്മാരാണ്. വട്ടപ്പാട്ടിൽ എ ഗ്രേഡ് ആണോ? എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട്. ഭാവിയുണ്ട്. ഇനി ഏതെങ്കിലും ഐറ്റംസിൽ പങ്കെടുക്കാനുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഏതാ? ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്ന നെക്സ്റ്റ് മിടുക്കൻ പേരെന്തായിരുന്നു? അനുഗ്രഹ് എന്ന് പറയുന്ന ഗാംഭീര്യം തന്നെ കണ്ടില്ലേ? അപ്പൊ തന്നെ അറിയാം, ഒരു സൂചന തന്നിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ട് അല്ലേ? ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ട് കഴിഞ്ഞു. റിസൾട്ട് വന്നു. എ ഗ്രേഡ്. ഏതാ സ്കൂൾ? പാവണ്ടൂർ ഹൈസ്കൂൾ. പാവണ്ടൂർ എന്ന് പറയുമ്പോ കോഴിക്കോട് പാവണ്ടൂർ സ്കൂളാണ്. കോഴിക്കോട്. നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് നോക്കാം. അടിച്ചവന്റെ തല പൊട്ടിക്കടാ മക്കളെ. നിങ്ങൾ ഇതെന്താ കാണിക്കണേ? ടീച്ചറെ പണി നോക്കിക്കോ, അല്ലെങ്കിൽ മതിയടാ. ഇനി ഓനെ തന്നെയാ ചിലപ്പോ ചത്തു ചാവട്ടാ പന്നി. മുമ്പടെ കൂട്ടത്ത് കൂടാത്ത ഒരുത്തനും ഈ സ്കൂൾ പഠിക്കണ്ടാ. പക്ഷേ 10 സീലെ കുട്ടികൾ തല്ലട്ടെ, തമ്മിത്തല്ലി ചാകട്ടെ. ബാക്കിയുള്ളവരൂടെ പഠിപ്പിച്ചാ മതിയല്ലോ. മാഷ് എന്താ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയാ? ടീച്ചർ വേണമെങ്കിൽ പിടിച്ചു മാറ്റിക്കോ. ഞങ്ങൾ ആരെയും പിടിച്ചു മാറ്റിയാ ചിലപ്പോ പോക്സോ കേസിലെ പ്രതികളാകും. എന്നാ പിന്നെ PTA വിളിക്കേ.
ഇല്ല, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പാ. നേരാ, അവരിപ്പോ നിങ്ങളുടെ മക്കളല്ലല്ലോ, ഞങ്ങളുടെ മക്കളല്ലേ. ഈശ്വരാ, പട്ടാളത്തിൽ ഒരു മസ്തൂറായെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ലജ്ജയില്ല ഇങ്ങനെ പറയാൻ. അധ്യാപനം ഒരു തൊഴിലായി കാണാത്തോണ്ടാ മാഷിന് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ആയിരിക്കാം. പക്ഷേ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാ ഞാനൊരു അധ്യാപകനായത്. പക്ഷേ ഇപ്പോ ക്ലാസ് കയറാൻ തന്നെ എനിക്ക് പേടിയാ ടീച്ചറെ. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറയാ, തന്നെ പുറത്ത് വെച്ച് കണ്ട കുത്തിമലത്തൂന്ന്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. ഞാൻ കണ്ടിരുന്നു പോയി. പേരെന്തായിരുന്നു? അനുഗ്രഹം. അനുഗ്രഹം. ഏതൊരു അനുഗ്രഹ കലാകാരനായി മാറിച്ച് കല ഒരു അനുഗ്രഹമായി അനുഗ്രഹയിൽ എത്തിയിട്ടുണ്ട്, ഒരു നിസ്സംശയം അത് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു എല്ലാ ഭാവഭേദങ്ങളും. എന്ന് വെച്ചാൽ വളരെ പ്രസക്തമായ ഒരു വിഷയം കൂടിയാണ്. ആ വിഷയത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ. അതാരാണ് ആ വിഷയം സെലക്ട് ചെയ്തെന്ന് പഠിപ്പിച്ചതൊക്കെ? കലാഭവൻ നൗഷാദ് സാർ. എത്ര കാലം വേണ്ടി വന്നു പഠിച്ചെടുക്കാനൊക്കെ? അത് കഴിഞ്ഞ വർഷം തൊട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അനുഗ്രഹ ഉഷാറാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും കലയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. കലയുടെ എല്ലാ മേഖലകളും കീഴടക്കാൻ കഴിയട്ടെ. താങ്ക് യു. താങ്ക് യു.